ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ M4ടെക് ഒരു ഹോളോഗ്രാം ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഒരു കുഞ്ഞു രൂപം നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പലരും പറയും ഇത് കോപ്പി അടിയല്ലേടാ എന്നാണ്. പക്ഷേ നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. ഇത് എത്ര ഡയഗ്രാം വെച്ച് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. വെൽക്കം ബാക്ക് ടു സുഹാൻ വ്ളോഗർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കത്രിക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഒരു പേപ്പറാണ്, പിന്നെ ഒരു സ്കെയിലും ഒരു സെലോ ടേപ്പും ആവശ്യമുണ്ട് ഇതിന്, പിന്നെ ഒരു പേന മാർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാണ്, ഈ പേപ്പർ എന്തിനാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഗ്ലാസ് വെച്ചൊക്കെ ഹോളോഗ്രാമിന്റെ ആ സംഭവം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മുറിയാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. അത് മാത്രമല്ല കൃത്യമായിട്ട് കിട്ടണമെന്നുമില്ല. അപ്പോൾ ആദ്യം ഒന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പറിലൊന്ന് വരക്കും. അതിനുശേഷമാണ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇത് കൺവേർട്ട് ആക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡയഗ്രാം ആണെന്നൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. നമുക്ക് ഇതിന്റെ ടെംപ്ലേറ്റ് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എത്ര സെന്റിമീറ്റർ ആണ് താഴത്തെ ഇതിൽ വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ 12 സെന്റിമീറ്റർ ആണ് നമുക്ക് താഴത്ത് ഇതാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് 12 സെന്റിമീറ്റർ വരച്ചു കൊടുത്തേക്കാം. അപ്പോൾ കറക്റ്റ് 12 സെന്റിമീറ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണ്ടത് 9 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 9 സെന്റിമീറ്ററും നമുക്കൊന്ന് വരച്ചു കൊടുത്തേക്കാം. ഇപ്പുറത്തും 9 സെന്റിമീറ്റർ ആണ്. ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റ് 2 സെന്റിമീറ്റർ വെട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ മര്യാദക്ക് അത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് കറക്റ്റ് വരക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ഒരിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാൻ വേണ്ടി ഒന്ന് വരച്ചു കൊടുക്കാം എത്ര സെന്റിമീറ്റർ ആണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ മേളിൽ 2 സെന്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മേളിൽ 2 സെന്റിമീറ്റർ ആണ്, ഏറ്റവും അടിയിൽ 12 സെന്റിമീറ്ററും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു മൊബൈലിന് 5 ഇഞ്ച് 5.5 ഇഞ്ച് വരുന്ന മൊബൈലിന് വെക്കാൻ പാകത്തിലുള്ളതാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടാബ്ലറ്റിൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വല്ല അല്ലെങ്കിൽ ഐപാഡ് പോലത്തെ സംഭവങ്ങളിൽ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ എടുത്തിരിക്കുന്ന സെന്റിമീറ്റേഴ്സിന്റെ ഇരട്ടിയാക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ 12 സെന്റിമീറ്റർ എന്നുള്ളത് ഒരു 24 സെന്റിമീറ്ററും ഇതിന്റെ എല്ലാം ഇരട്ടിയാക്കിയാൽ മതി. 9 എന്നുള്ളത് 18ഉം പിന്നെ 2 എന്നുള്ളത് 4ഉം അങ്ങനെ ഇരട്ടിയാക്കി പോയാൽ മതി. അത് നിങ്ങൾക്ക് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ 5 ഇഞ്ച് 5.5 ഇഞ്ച് വരുന്ന ഒരു മൊബൈലിന് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ് വെട്ടിയെടുക്കണം. പക്ഷെ ഞങ്ങളിവിടെ ഗ്ലാസ് ഉപയോഗിക്കുന്നില്ല, സേഫ്റ്റി നമുക്ക് നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അക്രലിക് ഷീറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് വെട്ടിയെടുത്തേക്കാം. അക്രലിക് ഷീറ്റ് ഇതേ ഒരളവിൽ. അപ്പോൾ ഇത് നമുക്കിതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം അല്ല നമുക്ക് വേണ്ടത്, ഇതേ അളവിലും ഹൈറ്റിലുള്ള 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 4 എണ്ണം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന ഹോളോഗ്രാം എന്ന് പറയും. ഹോളോഗ്രാം എന്താ? ഹോളോഗ്രാം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫോണിൽ കാണുന്ന നമ്മൾ കാണുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്ക് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ ഒരു സംഭവം കാണാൻ പറ്റും. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണ രൂപം കാണിച്ചു തരാം. ഓക്കെ, അവർക്കെന്താ ഉഷാറില്ലാത്ത? ഓക്കെ, അപ്പോൾ നമുക്കിതാ 4 എണ്ണം നമ്മൾ ഒരേ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം എടുക്കുമ്പോൾ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റാൻ, അത് നിങ്ങൾ
ഒരച്ചൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര സേഫ്റ്റി പ്രശ്നങ്ങളും ഉണ്ടാകാം, അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അക്രലിക് ഷീറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അധികം വലിയ കുഴപ്പമില്ലാതെ ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് ഷാർപ്പൺ ചെയ്യാതെ എടുത്താൽ പണി കിട്ടും, കൈമുറിയും, നല്ല സീനാവും. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഒരേ അളവിലായില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്റ്റ് ഹോളോഗ്രാമിൽ കിട്ടൂല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. 4 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 4 എണ്ണം എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്ന് നോക്കാം. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി അമ്മ എടുക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്കർ അഥവാ സെലോ ടേപ്പ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സെലോ ടേപ്പ് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ വെച്ച് ഒട്ടിക്കാം. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റിക്കറാണ് അഥവാ സെലോ ടേപ്പ്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഒരു പീസ് എടുത്തതായി ഇങ്ങനെ വെക്കണം, തിരിച്ച് വെക്കണം. തിരിച്ചാൽ നേരെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അടുത്ത പീസ് എടുത്തതാ ഇതുപോലെ വെക്കണം. വീണ്ടും ഒരു പീസ് എടുത്ത് അവിടെ വെച്ചതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒട്ടിക്കാൻ നിൽക്കണം. അപ്പോൾ ബാക്കി ഒരു പീസ് ബാലൻസ് തന്നെയുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 3 എണ്ണം ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര റഫായിട്ട് ഒട്ടിക്കരുത്, അത്രക്ക് പെർഫെക്ഷൻ ആയിട്ട് ഒട്ടിക്കാൻ നമ്മൾ നോക്കുന്നില്ല. നമ്മളൊരു സാധാ പോലെ ഇതാ ഇങ്ങനെ ഒരു എഡ്ജസ് കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കണേണ്. ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഇനി അടുത്ത പീസും കൂടി നമുക്കൊന്ന് ഒട്ടിക്കണം. അതുപോലെ തന്നെ വ്യത്യാസമൊന്നും വരുത്തരുത്. ഇതാ കറക്റ്റ് അതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് ഒട്ടിക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചാലും ആവുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അല്ല, ഒരു പീസും കൂടി വന്നാലേ അത് കറക്റ്റായിട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പീസ് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് ലാസ്റ്റ് ഇത് കൂട്ടി യോജിപ്പിക്കുന്ന സംഭവം. അപ്പോൾ അത് ഇച്ചിരി ഹാർഡായിട്ടൊക്കെ തോന്നും, പക്ഷേ അതൊന്ന് ഇങ്ങനെ നോക്കി ഒട്ടിച്ചാൽ സിമ്പിളായിരിക്കും. ഇതാ ഇങ്ങനെ ഒന്ന് പിടിക്കുക, കറക്റ്റ് അളവിലൊക്കെ ഒന്ന് പിടിക്കണം. അതിനുശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, നിങ്ങളതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല, സിമ്പിളായിരിക്കും. ഓക്കെ, നമ്മൾ ഒട്ടിച്ച് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ഒന്നുകൂടി ബലമാകാൻ വേണ്ടി ഒട്ടിക്കാൻ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ഒരു ടെംപ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒട്ടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന പണിയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹോളോഗ്രാം വീഡിയോ എടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നൊക്കെ നമുക്ക് നോക്കണം. അതിനായിട്ട് ഇപ്പോൾ പറ്റില്ല, കാര്യങ്ങളെ വെളിച്ചമുള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്കൊന്ന് ഇരുട്ടാക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് ഒന്നും കാണാതെ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്, ഏത് വീഡിയോ വെക്കണം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വീണ്ടും ലൈറ്റ് ഓൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ആ ഒരു സംഭവം. പിന്നെ നമ്മുടെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ ചുമ്മാ ഹോളോഗ്രാം വീഡിയോ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ സംഭവം വന്നു ഒരുപാട് വീഡിയോ അടിയിൽ വരും. അപ്പോൾ അതിലൊരു വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, സൗണ്ട് കുറച്ച് വെക്കാം, കോപ്പിറൈറ്റ് അടിക്കും ചിലപ്പോൾ. യൂട്യൂബിലെ തന്നെ വീഡിയോ അല്ലേ, എന്ത് കോപ്പിറൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ തന്നെ വെക്കണം. ഇതിൻ്റെ നടുക്കായിട്ട് സെൻറ്ററിൽ തന്നെ ഈ സംഭവം വെച്ചാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്താ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ സക്സസ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് ട്രൈ ആണ്, നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ വീണ്ടും ലൈറ്റ്സ് ഓഫ്. ഓക്കെ, നമ്മുടെ സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ബട്ടർഫ്ലൈ ആണ് അതിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ ക്യാമറയിൽ ഇത് എത്രത്തോളം മര്യാദയ്ക്ക് കിട്ടണ്ടെന്ന് അറിയൂല, എങ്കിൽ പോലും നമുക്കിതിൽ നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട് തന്നെ ഇതിൽ ഹോളോഗ്രാം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് ആ കിളിയൊക്കെ പറക്കണമുണ്ട്.
അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു 4 പിക്ചറാണ് ആ വീഡിയോയിൽ നമുക്ക് മൂവ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലത്തെ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് അതിന്റെ നടുക്ക് വെച്ചാൽ ഉണ്ടാകുന്ന എന്തോ ഒരു സംഭവമാണ്. അതിന്റെ സയന്റിഫിക് സാധനമൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം എങ്ങനെ ഉണ്ടാവും നമ്മ ചെയ്താലെന്ന്. അപ്പൊ ഇത് കുറെ മുമ്പ് ഇറങ്ങിയതാണ്. മുമ്പൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുപ്പിയുടെ ഒരു ഫ്രണ്ട് ഭാഗം വെച്ചാണ് ഈ സംഭവമൊക്കെ ആദ്യമായിട്ട് ഇറങ്ങിയിരുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഉഷാറോട് പറയടോ. കൊള്ളാം. അപ്പൊ ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് പുരോഗമിച്ച് ഇതുപോലത്തെ ഒരു ഇതായിട്ടുണ്ട്. മുമ്പൊക്കെ കുപ്പിയുടെ വെച്ച് ചെയ്യുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പോ ആൾക്കാർ വളരെ വലിയ രൂപങ്ങളാണ് ഇതും വെച്ചൊക്കെ ഉണ്ടാകുന്നത്. അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട സംഭവം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ബെൽ ബട്ടൺ ഓൾ അമർത്തി വെച്ചേക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്പേസ് ഔട്ട് വിത്ത് സയർ. ഓക്കെ, ടാറ്റ.